യുദ്ധത്തിൽ തോറ്റോടുന്നതിന് മുമ്പേ ഒളിച്ചോടുന്ന ഒരു സേനാധിപൻ നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്താൽ അത് ആപത്താകും. മാത്രമല്ല, ജയിച്ചാൽ ഇവരെല്ലാം കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് തരാൻ ദൈവം നമ്പരാന് പോലും പറ്റൂ. നല്ല ഉറപ്പുണ്ടോ? അപ്പോൾ ഇന്ന് ഒരാൾ, ഞാനിവിടെ വന്നപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറിയപ്പോൾ അവിടെ എയർപോർട്ടിൽ ഒരാൾ വന്നിറങ്ങി. ഒരു പ്രത്യേക വിമാനത്തിൽ ഒരു കോടീശ്വരൻ വന്നിറങ്ങി. എന്താ, തിരുവനന്തപുരത്ത് ഒരു കോടീശ്വരൻ മത്സരിക്കുക BJP സ്ഥാനാർത്ഥിയായിട്ട്. ആ കോടീശ്വരനെ നേരിടാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് DK ശിവകുമാർ എന്നൊരു കോടീശ്വരനെ ഇറക്കി. എല്ലാവർക്കും ഇപ്പൊ ഏറ്റവും വലിയ ദൈവമാണ് രാഹുൽ ഗാന്ധിയുടെ DK ശിവകുമാർ. കാരണം വല്ലതും ചില്ലറ കിട്ടണമെങ്കിൽ അയാൾ വരണം. ഇവിടെ ഇന്ന് കണ്ണൂരെത്തിയപ്പോ പ്രത്യേക വിമാനം കണ്ണൂർ കിടക്കുന്നുണ്ട്. അതിൽ വന്നിറങ്ങിയ DK ശിവകുമാർ ഇന്ന് വടകര കണ്ണൂർ പാർലമെന്റ് നടത്തിയ അദ്ദേഹത്തിന്റെ റോഡ് ഷോയാണ്. അദ്ദേഹം കേരളത്തിന് നൽകിയ സംഭാവന എന്താണ്, അദ്ദേഹം രാജ്യത്തിന് തന്ന സംഭാവന എന്താണ്? കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വന്ന് അദ്ദേഹം പറഞ്ഞു, കേരളത്തിന്റെ ഭരണം പോരാ, അങ്ങനെ DK ശിവകുമാർ ആലപ്പുഴയിൽ വന്ന് പറഞ്ഞു, കേരളത്തിന്റെ ഭരണപത്രം ശരിയല്ല, ഇങ്ങനെയൊന്നും അല്ല ഭരിക്കേണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം ബാംഗ്ലൂരിൽ നിന്ന് 1-2 പിള്ളേർ പത്തനാപുരത്തുകാർ പഠിക്കാൻ പോയവർ പറഞ്ഞു, സാറേ ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ല, പൈപ്പിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല എന്ന് പറഞ്ഞു. അവനവൻ ഇരിക്കുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത്, കർണാടകത്തിന്റെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ തുള്ളി വെള്ളം കുടിക്കാൻ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരാൾ പ്രത്യേക വിമാനം പിടിച്ച് വടകരയിലും കണ്ണൂരിലും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും വന്ന് കറങ്ങിയാൽ കേരളത്തിലെ ജനങ്ങൾ ആ വലയിൽ വീഴും, കോൺഗ്രസ്സുകാർ വീഴും. കാരണം ആ വലയിൽ പണമുണ്ട്, ആ ചൂണ്ടയിൽ പലതും കൊരുത്തിട്ടുണ്ട്. അതിൽ കടിക്കാൻ കോൺഗ്രസ്സുകാരെ കിട്ടുള്ളൂ, അതിൽ കൊത്താനായി സാധാരണക്കാരായ ജനങ്ങൾ കിട്ടില്ല. പണം കണ്ട് വോട്ട് ചെയ്യുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വരണം. ഞാനൊരു കോടീശ്വരനായ അദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ കേരളത്തിലായിരുന്നല്ലോ, ഈ നാട്ടുകാരനല്ലായിരുന്നോ? അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപനായിരുന്നല്ലോ, പാലക്കാട് BPL കമ്പനി സ്ഥാപിച്ച ശ്രീ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ കളർ TV, ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ സർവീസ്,
ഇതെല്ലാം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ സർവ്വസ്ഥാപനങ്ങളും പാലക്കാട്ടിൽ നിന്ന് പിഴുത് ബാംഗ്ലൂരിൽ കൊണ്ടുപോയത് ഈ മരുമകനല്ലേ. പിന്നെ ഇപ്പൊ പറയുന്ന ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന്. ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, അതിന്റെ ആവശ്യത്തിനൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇവരെന്താ ഇതുവരെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാത്ത? വേറൊരു സംസ്ഥാനത്ത് പോയി സുഖമായി ജീവിച്ച് അവിടെ സ്ഥാപനങ്ങൾ നടത്തി പണവും ഉണ്ടാക്കി അവിടെ ചെലവഴിച്ച് കേരളത്തെ അവഗണിച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയാൽ ഉടനെ കേരളത്തോട് അങ്ങ് അനുകമ്പയും സ്നേഹവും ഒഴുക, തേനും പാലും ഒഴുക. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ നേതാവ് വയനാട്ടിൽ ഒരു BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അദ്ദേഹത്തോട് എനിക്കൊരു അഭ്യർത്ഥന. അദ്ദേഹത്തെ 2 ദിവസം പറഞ്ഞു സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് മാറ്റിയിരിക്കുന്നു, ഗണപതി വട്ടം എന്ന പേര് മാറ്റുമെന്നാണ്. പ്രിയപ്പെട്ട സുരേന്ദ്ര, ഒരു ചെറിയ അപേക്ഷയുണ്ട്. ചെറിയൊരു മാറ്റം എനിക്ക് വേണ്ടി ഗണേശവട്ടം എന്ന് മാറ്റി തന്നാൽ എനിക്ക് വളരെ സന്തോഷമായി. ഏതായാലും മാറ്റുന്നു, ഏതായാലും മാറ്റുമ്പോ ഗണപതി വട്ടം രണ്ടും ഒന്നും തന്നെ. ഞാനും ഗണപതിയുടെ പേര് തന്നെ എൻ്റെ അച്ഛൻ ഇട്ടത് എനിക്ക്. ഞാനും ഒരു ദൈവഭക്തന. അപ്പൊ എന്റെ പേര് കൂടെ ആവും. ഒരു പിടിക്ക് 2 പക്ഷി. സുരേന്ദ്രൻ ജയിച്ചാൽ എന്ന് പറയുന്നുണ്ട്, ജയിക്കില്ല എന്നുള്ള വേറൊരു കാര്യം. ജയിച്ചാലും യാതൊരു ചുക്കൻ ചുണ്യവാങ്ങി അറിഞ്ഞാത്തോണ്ടാണ് ഈ പറയുന്നത്. ഒരു കുന്തവും അറിഞ്ഞുകൂടാ. കാരണം സ്ഥലത്തിന്റെ പേര് മാറ്റുമ്പോൾ തലശ്ശേരിയുടെ പേര് മാറ്റണമെങ്കിൽ ആദ്യം തലശ്ശേരി മുനിസിപ്പാലിറ്റി തീരുമാനിക്കണം മാറ്റണോ വേണ്ടിയെന്ന്. അത് സർക്കാരിനെ അറിയിക്കുമ്പോൾ സർക്കാർ തീരുമാനിക്കും, കേരള സംസ്ഥാന സർക്കാർ തീരുമാനിക്കും മാറ്റണോ വേണ്ടിയെന്ന്. എന്താണെന്നറിയാമോ? തലശ്ശേരി വില്ലേജ് ഓഫീസിന്റെ പേര് മാറ്റണം, താലൂക്ക് ഓഫീസിന്റെ പേര് മാറ്റണം, സർവ്വ ഓഫീസുകളുടെയും പേര് മാറ്റണം. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് സർക്കാരാണ് തീരുമാനം. അതായത് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് മാറ്റും എന്ന് പറയുന്നവർക്ക് അവസാന ഭാഗത്ത് പറയുന്ന വട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കണം. വട്ടമല്ല, വട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവരൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-നെ വിജയിപ്പിച്ചത് മണ്ടന്മാരായതുകൊണ്ടല്ല, ഒരു നല്ലത് നടക്കുമെന്ന പ്രതീക്ഷയില്ല. പക്ഷെ നടന്നില്ല, ആരും മിണ്ടിയില്ല. രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ചപ്പോൾ പക്ഷെ ഒരു കാര്യമുണ്ട്, കുറ്റം പറയാൻ പറ്റില്ല. TM പ്രതാപൻ മാത്രമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, പാർലമെന്റിൽ നരേന്ദ്രമോദിയെ നോക്കി അമിത്ഷായെ നോക്കി വിരൽ ചൂണ്ടിയത്, വിരൽ അങ്ങോട്ടല്ല ചൂണ്ടിയത്, ഇങ്ങനെയാണ് ആക്ഷൻ വേണം. വിരൽ ചൂണ്ടിയത് ഞാൻ മാത്രമേ ഉള്ളൂ. വിരൽ ചൂണ്ടെന്നാൽ ഇങ്ങനല്ലേ വിരൽ ചൂണ്ടത്തെ. പക്ഷെ ഒരു കാര്യം, അയാൾ വിരൽ ചൂണ്ടി കാണും. കാരണം കെട്ടിപ്പിടിച്ച രാഹുൽ ഗാന്ധിക്ക് സീറ്റുണ്ട്, വിരൽ ചൂണ്ടിയ പ്രതാപന് മാത്രം UDF സീറ്റ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച്. എണീച്ചിരിക്കാൻ വയ്യാത്തവർക്ക് ആളിനുവരെ, 2 പേര് പിടിച്ചോണ്ട് പോകുന്ന ആളിനുവരെ കണ്ണൂർ മത്സരിക്കാൻ അവസരം ഉണ്ടായി. എന്നിട്ടും ഈ പ്രതാപന് ഒരു സീറ്റ് കൊടുത്തില്ല എന്ന് പറയുന്ന അന്യായമില്ല. പിന്നെ ഇവിടെ പറഞ്ഞു, ഇവിടെ ഒരാളെ പറ്റി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, വടകരയിൽ ഒരു MP ഉണ്ടായിരുന്നു. അയാൾ ഇവിടുത്തെ MP ആ ജനപ്രിയ നായകൻ അറിഞ്ഞൂടെ കേട്ടോ. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് ജയിച്ച് MLA ആയിട്ടിരിക്കാൻ പെട്ടെന്ന് വടകരയ്ക്ക് ഒരു കോളുണ്ട് വിട്ടോളം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നേമത്തെ വിളിക്കുന്നുണ്ട്. എന്നാ നേമത്തോട്ട് പോയി. വീണ്ടും വടകരയ്ക്ക് വന്നു. അതാ തൃശ്ശൂരോട്ട് വിളിക്കുന്നുണ്ട്, ഓടിക്കുമെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം തോൽപ്പിച്ചതാ അച്ഛനെയും മോനെയും തൃശ്ശൂരുകാര്. ഇപ്രാവശ്യവും തോൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുനിൽ കുമാർ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകരോട് മത്സരിക്കുന്നുണ്ട്. ഞാൻ ആ സഹപ്രവർത്തനെ പറ്റി ഒരു തമാശ പറഞ്ഞു, സത്യമാണ് പറഞ്ഞത്. അതിനുശേഷം എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരിക്കുക സംഖ്യകൾ. അതങ്ങ് കൈ വെച്ചിരുന്നാൽ മതി. പിന്നെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു മക്കളെ. 2001 സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്നിട്ട് 2023 ഗണേഷ് കുമാർ കേൾക്കാത്ത ചീത്തപ്പേരും ഗണേഷ് കുമാർ നേരിടാത്ത അക്രമങ്ങളും ഒരു പ്രശ്നവുമല്ല. നിങ്ങൾ വിഷമിക്കുകയേ വേണ്ടി. തോന്നുന്നു എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. എല്ലാവരും മനസ്സിലായിക്കോ സംഖ്യകളെ. 5 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരേ മണ്ഡലത്തിൽ നിന്നും UDF-ൽ നിന്നും LDF-ൽ നിന്നും ഗണേഷ് കുമാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ സത്യസന്ധത മാത്രമാണ് അതിനെ ചോദ്യം ചെയ്യാൻ ഈ അലവരാതികൾക്കൊന്നും ഒരു കാര്യമില്ല.